ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ പഴംപൊരിയുടെ ഫസ്റ്റ് പാർട്ട്, അതായത് പഴത്തിന്റെ മുറുക്കിൽ ആയിരിക്കുന്നു. ഇല്ല, ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുന്നേ കടുകൊക്കെ ഇട്ടിട്ട് അടച്ച് മാറി ഒരു മൂലയിൽ പോയി നിൽക്കും അടുത്ത ഡിസ്ട്രിക്റ്റിൽ. ഞാനാണ് ഇതിന്റെ ഏറ്റവും ആർത്തി പിടിച്ച മനുഷ്യന്. അപ്പം വെള്ളം ചേർക്കാം, അങ്ങനെയല്ല, നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കളറൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ. എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചിട്ടിരിക്കണ இருக்குமா ഇപ്പൊ എണ്ണ വേണോ അക്ക? അപ്പൊ ഞാൻ പറയും, നേന്ത്രപ്പഴത്തിന് എങ്ങനെ ഇപ്പൊ തമിഴ് പറയാ, നേന്ത്ര ബനാന ഇരിക്കുമോ? ഹായ് ഗൈസ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അവിടെ ഉണ്ട്, സംസാരിക്കട്ടെ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? ഞാനും സുനിലും കുട്ടികളും കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ പോകണു. തണുപ്പിൻ്റെ കുറച്ച് ശല്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കുറേ അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ ദുഃഖവും പ്രാരാബ്ദവും പറഞ്ഞല്ലോ, തണുപ്പ് സഹിക്കാൻ പറ്റാത്തതിൻ്റെ. കാരണം ഇപ്പം അതിൻ്റെ കഥകളൊക്കെ ഞാൻ ഇനിയും റിപ്പീറ്റ് ഒന്നും ചെയ്യണില്ല. ബട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ ഒരു കണ്ണിനൊക്കെ കുറച്ചൊരു ഇൻഫെക്ഷനൊക്കെ വന്നിരിക്കുകയാണ് ഞാൻ കേട്ടോ. മുടി മുന്നിലൊക്കെ ഇട്ടിട്ട് ഞാൻ മറക്കുകയാണ്. കണ്ടാൽ നിങ്ങളൊക്കെ ഞെട്ടും സർ, കണ്ട് ചീഞ്ഞിപ്പഴുത്തിരിക്കുകയാണ് എന്നൊക്കെ ശ്രീനിവാസൻ്റെ ഡയലോഗ് മാതിരത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ബട്ട് വലിയ ശല്യമില്ല, ഇങ്ങനെ പോണു. ഓക്കെ, അപ്പോൾ തണുപ്പ് കാലമാണ്, ഭയങ്കര വിശപ്പ് എനിക്ക്. ഞാൻ ഫുൾ ടൈം ഫുഡ് അടി കേട്ടോ. ഇടയായിട്ട് എനിക്ക് ഭയങ്കര ഫുഡ് അടി, വയറൊക്കെ ചാടണു. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും പോണില്ല, ഭയങ്കര ഫുഡ് അടി. ബിക്കോസ് തണുപ്പല്ലേ, നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശപ്പ് അധികമായിരിക്കും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുറിക്കാനൊക്കെ ഇങ്ങനെ തോന്നില്ല, ഇങ്ങനെ ഇങ്ങനെ സ്നാക്ക് ഐറ്റംസും. അപ്പോൾ ഓഫീസ് സ്പേസിലൊക്കെ ഞാൻ എൻ്റെ ഓഫീസിലല്ല, വീട്ടിലെ ഹോം ഓഫീസിൽ എൻ്റെ ഡെസ്കിലൊക്കെ ഫുൾ ഫുഡ് കേട്ടോ. ഓരോ ബോക്സുകൾ സുണ്ണ് വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനെ നിരന്ന് കാണുന്നു ഫുഡ് ഐറ്റംസ്. രാവിലെ തൊട്ട് ഞാൻ ഫുഡ് ഇടി കേട്ടോ. അതുകൊണ്ട് എനിക്ക് ലഞ്ചൊക്കെ എന്നിട്ട് ലേറ്റ് ആവുക. ചില ദിവസമൊക്കെ 3 മണിക്കൊക്കെയാണ് ഞാൻ ലഞ്ച് കഴിക്കട്ടെ, ബിക്കോസ് വിശക്കണില്ല, ബിക്കോസ് ഞാൻ ഫുൾ ടൈം ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫുഡ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നി. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ലെറ്റ് മീ വ്ളോഗ് ദിസ് as well. അങ്ങനെ ഒരു ഫുഡ് ഡി വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ ഒരു പരിപാടി. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഒരു ഫുഡ് വ്ളോഗ് ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ, സാധാരണ ഞാൻ എന്താ ചെയ്യാറ്, ഇങ്ങനെ ഫുഡിൻ്റെ ഒക്കെ കാര്യമാകുമ്പോൾ കുറച്ചെന്തെങ്കിലും കറികൾ, ബിരിയാണി അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടില്ല. അമ്മ അവിടെ ഉള്ള സമയത്താണ് എന്തോ കേക്കൊക്കെ ചെയ്തിരുന്നത് കേട്ടോ, വീഡിയോ. പക്ഷെ അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ തോന്നുന്നു, ലൈക്ക് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു തണുത്ത വെതറാണ്. കാര്യം വെയിലുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ, സൺലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ബട്ട് ചൂടൊന്നുമില്ല, ചൂടില്ലാത്ത വെയിലാണ്. അപ്പൊ നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ നിന്നാലും തണുത്ത് വെറുങ്ങലിക്കുള്ളൂ, ഒന്നും സംഭവിക്കൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വെതറാണ്. പലഹാരമൊക്കെ കൊതി എനിക്ക് കുറച്ച് ഓവറാട്ടോ. മധുര പലഹാരമാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരം എന്തുണ്ടോ അവിടെ ഞാനുണ്ടാവും, അത്രയ്ക്ക് മധുരം ഇഷ്ടമുള്ള ആളാണ് ഞാൻ കേട്ടോ. ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോലെ. അപ്പം ഞാനും അമ്മയും അച്ഛനൊക്കെ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോയാൽ തന്നെ വലിയ വലിയ വാസ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങും. എന്നിട്ട് വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ വളരെ ഒരു ചോക്ലേറ്റ് കൊണ്ടാ മധുരം കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഐ ബി ലൈക്ക്, അതൊക്കെ എന്നെ കട്ടുപോതിച്ചു. അങ്ങനത്തെ അവസ്ഥ. ബിക്കോസ് ഞാൻ ഒറ്റയിരിപ്പിനൊക്കെ വലിയ ചോക്ലേറ്റ് ബാർസ് ഒക്കെ ഉണ്ടല്ലോ, കാഡ്ബറീസിൻ്റെ ഒക്കെ ഉള്ള, ഒറ്റയടിക്ക് എനിക്ക് തിന്ന് തീർക്കാൻ പറ്റും. അതിനുള്ളൊരു കഴിവ് ദൈവം എനിക്ക് തന്നിരിക്കുന്നു. അപ്പോൾ മധുരം എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. മധുര പലഹാരം കഴിക്കാൻ തോന്നിയ സമയത്താണ് ഐ തോട്ട് പഴംപൊരി കഴിക്കാൻ തോന്നുന്നു. ലൈക്ക് ഇപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആയി, ഒരു സ്നാക്ക് ടൈമൊക്കെ ആയി. അപ്പോൾ നമുക്കിങ്ങനെ പഴംപൊരി ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. പഴം എന്നുള്ള ഒരു സംഭവം എൻ്റെ ഒരു ശത്രു രാജ്യമാണ് എന്ന് പറയാം. എനിക്ക് പഴം വലിയ ഇഷ്ടമല്ല. അതായത് നമ്മുടെ ഈ കുഞ്ഞിപ്പഴമല്ല, നേന്ത്രപ്പഴം എന്നാണ് നമ്മുടെ തൃശ്ശൂരൊക്കെ നേന്ത്രപ്പഴം എന്നാ പറയുക. ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ കോൾഡ് ഏത്തപ്പഴം എന്നാണ് തോന്നുന്നു, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. അപ്പോൾ ആ വലിയ പഴം ഉണ്ടല്ലോ, അത് എനിക്കിഷ്ടമല്ല. ബിക്കോസ് എനിക്ക് കയ്യിനൊക്കെ ശക്തി കുറവാന്ന് നിന്നിട്ട് അമ്മ ശക്തി കൂട്ടാൻ വേണ്ടി എന്നെ കൊണ്ട് എന്നും കഴിപ്പിച്ചിരുന്നു ഈ സാധനം. അങ്ങനെ കണ്ണിന് ദൃഷ്ടിക്ക് കണ്ടുകൂടാൻ എനിക്ക് ഈ സാധനം എന്നുള്ളൊരു അവസ്ഥയായി. ബട്ട് എനിക്കിത് വേറെ രൂപത്തിൽ കഴിക്കാൻ ഇഷ്ടമാണ്. ലൈക്ക് പായസത്തിലോ, പഴപ്പായസമാണെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പഴംപൊരി. പഴംപൊരി എനിക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റാറില്ല, ബിക്കോസ് ദാറ്റ് കൈൻഡ് ഓഫ് പഴം വേണമല്ലോ. നമുക്ക് ഈ നേന്ത്രപ്പഴം അല്ലാത്ത ടൈപ്പ് ഓഫ് മറ്റേ നോർമൽ പഴല്ലേ, റോബസ്റ്റ പഴം, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പഴം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. വിനിയും നേന്ത്രപ്പഴം റൈറ്റ്. അപ്പോൾ ആ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പഴം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വീൻസ്ലാൻഡിൽ നിന്നൊക്കെ വേണം ഈ സംഭവം വരാൻ.
അവിടുത്തെ കുറച്ചും കൂടെ നല്ല വെതറാണ് ഇതൊക്കെ വളരാനും. അപ്പൊ അവിടെ നിന്നൊക്കെയാണ് നോർമലി ഈ സാധനം ഇവിടെ എത്താറ്. ഇന്ത്യൻ സ്റ്റോഴ്സിൽ കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള കുറച്ച് ഇന്ത്യൻ സ്റ്റോഴ്സിലൊന്നും ഇത് കിട്ടാനില്ല. നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഇന്ത്യൻ സ്റ്റോർ നടത്തുന്നത് ഒരു ശ്രീലങ്കൻ തമിഴാണ്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, സേട്ടാ ഇറുക്കുമാ, അപ്പൊ എണ്ണ വേണോ അക്ക? അപ്പൊ ഞാൻ പറയും, നേന്ത്രപ്പഴത്തിന് എങ്ങനെ ഇപ്പൊ തമിഴ് പറയാ, നേന്ത്ര ബനാന ഇരിക്കുമാ എന്നൊക്കെ ഞാൻ എൻ്റെ പൊട്ട തമിഴ് വെച്ചിട്ട് പറയാറൊക്കെ ശ്രമിക്കും. ബട്ട് ഈ സൈഡ് ഇല്ല. ഫ്രോസൺ വാങ്ങാറുണ്ട് കേട്ടോ. ഫ്രോസൺ പഴംപൊരി കിട്ടും. അത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റൊക്കെയാണ്. അതും കിട്ടിയില്ല പ്രാവശ്യം. അപ്പം ഞാൻ കിട്ടിയ സാധനം വാങ്ങി, വിച്ച് ഈസ് നമ്മുടെ ഫ്രോസൺ പഴം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് ഞാൻ വാങ്ങിയത്. ഇതാണ് കിട്ടിയുള്ളൂ. ഫ്രോസൺ ആയിട്ടുള്ള പഴം പുഴുങ്ങിയതാണ് കിട്ടിയത് കേട്ടോ. പുഴുങ്ങിയ പഴം, അതായത് ഇത് റെഡി ടു ഈറ്റ്. അതിനൊന്നും ഇങ്ങനെ ഹീറ്റാക്കി എടുത്താൽ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പുഴുങ്ങിയ പഴം ഫ്രോസൺ ആയിട്ട് വന്നിട്ടുണ്ടാണ്. അതാണ് നമ്മുടെ തമ്മനയിൽ ഫ്രോസൺ പഴംപൊരി. ഓക്കെ. അപ്പൊ എൻ്റെ ഒരു കസിൻ ഉണ്ട് കേട്ടോ ഇവിടെ, ആശ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആശ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ഈ പഴം പുഴുങ്ങിയത് വാങ്ങിയിട്ട് അതിനെ കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഐ തോട്ട് വൈ നോട്ട്, ഗതികെട്ട പുലി പുല്ലും തിന്നൂലോ, ആ പുലിയാണ് ഞാൻ. അതുകൊണ്ട് ഐ തോട്ട് ലെറ്റ് മീ ട്രൈ ഇത് വെച്ചിട്ട്. ഇതിപ്പോൾ ഒരു കറക്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ചിട്ടാട്ടോ അത് ഉണ്ടാക്കാൻ പോണേ. ഞാനും സുണിലൊക്കെ കഴിക്കും, സാഷും ട്രൈ ചെയ്യും ഐ എം ഷുവർ. സാരൂന് ഇങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമല്ല. നമ്മുടെ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് സ്നാക്ക് ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്യണക്കടാവല്ല കേട്ടോ അവള്. അതുകൊണ്ടാണ് ഒരു പ്രശ്നം. പക്ഷെ അവളെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാം. ഓക്കെ. എനിവേസ്, അപ്പൊ ഈ പാക്കറ്റിൽ കിട്ടണത് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഈ സംഭവം വരിക. സോ ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്. കണ്ടു, പ്ലസ് 4 ഓഫ് ദം ഫ്രോസൺ ആയി കല്ലിച്ചിട്ടാണല്ലോ ഈ സാധനം വരിക, ഫ്രോസൺ ആയതുകൊണ്ട്. സോ വാട്ട് ഐ ഡിഡ് ഇസ്, ഞാൻ കുറച്ച് ആ പാക്കറ്റിലത്തെ എടുത്തിട്ട് ടോയ് ചെയ്യാൻ വെച്ചു. ടോയ് വെച്ചാൽ അതായത് പുറത്ത് വെച്ചിട്ടേ അതിൻ്റെ ആ ഒരു ഡീഫ്രോസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി. ഫ്രോസൺ അല്ല സംഭവം, ഒന്ന് ഡീഫ്രോസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ തുറന്നിട്ട് പതുക്കെ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാം. ഇതെന്താവുമോ എന്തോ എനിക്കറിയില്ല. ഏറ്റു ഇല്ലെങ്കിൽ കുളമായി നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഉണ്ടാക്കണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി, നമുക്ക് പാക്കറ്റ് തുറന്നിട്ട് ഈ ഒരു സാധനത്തിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. സോ ലെറ്റ്സ് സീ വാട്ട് ദിസ് ലുക്സ് ലൈക്ക്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വാങ്ങിയിട്ട് ഇത് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എനിക്ക് ആക്ച്വലി അറിയില്ല ഇത് മുഷി ടെക്സ്ചർ ആവോ അതോ അതൊന്ന് അബ്സോർബ് ആയി വരുമ്പോഴത്തേക്ക് ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല. ലെറ്റ്സ് ട്രൈ കേട്ടോ. അപ്പോൾ അത് ഞാൻ തൽക്കാലം പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. സോ ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും ഈ സാധനം കേട്ടോ. ഫുൾ ഫ്രോസൺ ആണ് വിത്ത് തൊലി കേട്ടോ. നമുക്ക് തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ വായിച്ചു ഇതിനൊന്ന് പേപ്പർ ടവലൊക്കെ വെച്ചിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് അതിൻ്റെ ലൈക്ക് എക്സ്ട്രാ വെള്ളം ഉണ്ടല്ലോ, ആ ഒരു മോയ്സ്ചർ അത് നമുക്കൊന്ന് എടുക്കടാവുന്നല്ല. അത് നിങ്ങൾക്ക് കാണണ്ടോ അറിയില്ല, ഞാൻ ഒന്ന് താത്തട്ടത്. ഓക്കെ, ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പേപ്പർ ടവൽ വെച്ചിട്ടേ എക്സ്ട്രാ ഇതിൻ്റെ ഒരു മോയ്സ്ചർ ഒന്ന് കളഞ്ഞാലേ നമുക്കിത് വറുത്തെടുക്കേണ്ട സാധനമല്ലേ. വി ഡോണ്ട് നീഡ് വല്ലാണ്ട് അതിൽ മോയ്സ്ചർ. പാക്കറ്റ് പൊട്ടിച്ചിട്ട് ശരിക്കും പുഴുങ്ങിയ പഴം കേട്ടോ. തൊടുമ്പോൾ ഒരു ഇത്തിരി സോഫ്റ്റ് ടെക്സ്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഐ എം ഷുവർ ഇറ്റ് ഇസ് പ്രോപ്പർ പഴം പുഴുങ്ങിയ ഐറ്റം തന്നെ. ഞാൻ ഇപ്പോൾ തറക്കാലിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയട്ടെ. എനിക്കിത് ഉണ്ടാക്കുമ്പോഴേ ഞാൻ പണ്ടെൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് പഴംപൊരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇന്നാള് നമ്മൾ പുറത്ത് പോയപ്പോൾ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു മലയാളി ഫാമിലീനെ കണ്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർ നമ്മുടെ ചാനൽ കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു, പ്ലീസ് നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരൂ, നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തരാം, അസലായിട്ട് നമ്മൾ ഉണ്ടാക്കും ഇവിടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അവരുടെ അടുത്ത് പോയിട്ട് മര്യാദയ്ക്കുള്ള പഴംപൊരി കഴിക്കണം. ഇതിപ്പോൾ ഏതായാലും എൻ്റെ തട്ടിക്കൂട്ട് പഴംപൊരിയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് ഉപയോഗപ്പെട്ടോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാട്ടോ. അതപ്പോൾ ഇത് പുറത്തെടുത്തപ്പോൾ എൻ്റെ അമ്മ തണുത്തിട്ട് കൈ വറക്കണോ കാണിച്ചു തരാം. ബട്ട് പ്രോപ്പർ നമ്മുടെ നാട്ടിലത്തെ വറച്ചിട്ടാണ് കേട്ടോ തണുത്തിട്ട്. സ്റ്റിൽ വെരി കോൾഡ്. പക്ഷെ അത് സോഫ്റ്റാണ്, സംഭവം നല്ല സോഫ്റ്റാണ്. സോ ഐ തിങ്ക് ഇതിൻ്റെ മോയ്സ്ചറൊക്കെ നല്ലോണം ഒന്ന് എൻ്റെ അമ്മച്ചി നന്നായിട്ടൊന്ന് മോയ്സ്ചറൊക്കെ എന്തായാലും ഇനി കളയേണ്ടി വരും കേട്ടോ. ഇതാണ് എനിക്ക് തണുപ്പ് പറ്റില്ല. ഓ മൈ ഗോഡ്, ഫ്രോസൺ ആയി എൻ്റെ കൈ. ഐസ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോഴേ, കുട്ടി കുട്ടി ഇങ്ങനെ പാർട്ടിക്കിൾസ് ഓഫ് ഐസ് പോലെ നിൽക്കണോ. അപ്പോൾ എൻ്റെ ഈ ഒരു തൊലി കളയാ കേട്ടോ. ഞാൻ 4 എണ്ണാണേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാമല്ലോ. ഞാനാണ് ഇതിൻ്റെ ഏറ്റവും ആർത്തി പിടിച്ച മനുഷ്യൻ. ഇവിടെ ഏറ്റവും അധികം ഇത് തിന്നാൻ പോണം ഞാനായിരിക്കും. സോ ഐ എം റിയലി ഹോപ്പിങ് ഇത് ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. അത് കഴിക്കാൻ കൂതിയായിട്ട് കുറച്ച് ടേസ്റ്റായി. ഉണ്ടാക്കാൻ ടൈം കിട്ടില്ല. വാങ്ങിയിട്ട് ഇത് ഫ്രീസറിൽ ഞാൻ വെച്ചു. ഇന്നാണ് എനിക്കിതൊന്ന് ഉണ്ടാക്കാനുള്ളൊരു അവസരം ഉണ്ടായത്.
സമയം കിട്ടണില്ലേ, അതാണ്. ഓരോ തിരക്കാണ് കേട്ടോ. ബട്ട് ഇറ്റ്സ് നോട്ട് ബാഡ് തിരക്ക് മാത്രം. ബാഡ് തിരക്കും ഉണ്ട്, അനാവശ്യമായിട്ട് കുറേ തിരക്കുകളുണ്ട്. ബട്ട് നല്ല തിരക്കുകളും ഉണ്ട് കേട്ടോ. കലാപരിപാടികൾ അങ്ങനത്തെ ഒക്കെ കുറേ നല്ല തിരക്കുകളുണ്ട്. പ്രാവശ്യത്തൊക്കെ ഓണത്തിൻ്റെ ഒക്കെ കുറേ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ സിഡ്നിയിൽ. എസ്പെഷ്യലി കിടിലം പരിപാടി. ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓണം സെലിബ്രേഷൻ തന്നെ ഇവിടെ നടക്കണൊക്കെ ഉണ്ട്. നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനൊക്കെ വന്നിട്ടുള്ള ഇവിടെ ഓണം നടക്കണുണ്ട് സിഡ്നിയിൽ. സോ ഐ തിങ്ക് മലയാളികളൊക്കെ ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ബിക്കോസ് ദിസ് ഇയർ ഓണം ശരിക്കും പൊളിക്കും. അപ്പോൾ ഒരു അസോസിയേഷൻ്റെ ഒരു മേജർ ഓണം ഫെസ്റ്റിവലാണ്. അതല്ലാത്ത ഇഷ്ടംമാതിരി ഓണം പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ നന്മ ആൻഡ് വെസ്മ 2 അസോസിയേഷൻസിൻ്റെ ഡാൻസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാൻ വഴിയേ. പക്ഷെ അത് ഞാൻ കുറച്ച് നാളായല്ലോ പറയണു, ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണു അത് എന്നൊക്കെ. അത് ഇതിൻ്റെ കേട്ടോ ഓണത്തിൻ്റെ കുറേ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഹിറ്റായാൽ നമുക്ക് ഓണത്തിന് വേണമെങ്കിൽ പഴംപൊരി അടിക്കാം ഒന്നും കൂടെ. അതാണ് എൻ്റെ ഒരു പദ്ധതി. എനിവേസ്, നമ്മുടെ തൊലി കളയൽ സെറമണി തീർന്നിരിക്കണു. സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അത്. ഓക്കെ, ഞാൻ 4 തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തണുത്ത് മരവിച്ച തൊലി കളഞ്ഞ് ഞാൻ എന്താ ആക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയുണ്ട്. സോ ദിസ് ലുക്സ് ഗുഡ് അല്ലേ? ഇറ്റ് ലുക്സ് ലൈക്ക് നാട്ടിലത്തേക്ക് പുഴുങ്ങിയ പഴം അതേ സെറ്റപ്പ്. ഓൾറൈറ്റ്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി മോയ്സ്ചറും കൂടെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ, ഒന്നിങ്ങനെ സ്ലൈസ് ആക്കി എടുക്കണ്ടേ. ഐ എം തിങ്കിങ് ഇത് അത്ര മാസീവ് ബനാനാസ് അല്ല. കൂടി വന്നാൽ ഒരു 2 മാക്സിമം 3 അത്ര തന്നെ വേണ്ടുള്ളൂ. നമുക്കൊന്ന് മുറിച്ചെടുക്കാം അതിനെ കേട്ടോ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ പഴംപൊരിയുടെ ഫസ്റ്റ് പാർട്ട്, അതായത് പഴത്തിൻ്റെ മുറിക്കൽ ആയിരിക്കുന്നു. പുഴുങ്ങിയ പഴമാണ്. അപ്പം അതിൻ്റെ ഒരു മണം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ പുഴുങ്ങിയ പഴം, നാട്ടിലല്ല എവിടെയെങ്കിലും പഴം പുഴുങ്ങിയ ഒരു തരത്തിൽ മണം വരില്ലേ, ആ മണക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈ തണുത്തിട്ട് നോക്കും, ഇപ്പോഴും നീലച്ചിരിക്കണു. അമ്മാതിരി തണുപ്പ് അതിന്. ആ ഫ്രോസൺ ആയതുകൊണ്ടേ ഇത്തിരി സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ഐ തിങ്ക് ഞാൻ ആ ചെയ്ത സംഭവം വാസ് കറക്റ്റ്. ഈ പേപ്പർ ടവൽ വെച്ചിട്ടേ നന്നായിട്ടൊന്നിങ്ങനെ ഒപ്പി എടുത്തു കുറച്ച് നേരം. ബിക്കോസ് അതിൻ്റെ മോയ്സ്ചറും വെള്ളമൊക്കെ ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് മൈറ്റ് നോട്ട് വർക്ക് ഔട്ട്. നമ്മളിവിടെ ക്വീൻസ്ലാൻഡിൽ നിന്നൊക്കെ വരുന്ന ബനാനാസ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ച് കുട്ടപ്പന്മാരായിരിക്കും. ബി ലൈക്ക് നല്ല വണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ചിലതിനെ 3-4 ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ സ്ലൈസ് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 2 ഒക്കെ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ആൻഡ് ജസ്റ്റ് ദ മിഡിൽ പാർട്ട് ചിലതിൻ്റെ മാത്രം എനിക്കിങ്ങനെ 3 ആക്കിയിട്ടുള്ളൂ. ബട്ട് അതർവൈസ് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നെ പോലെ കുക്കിംഗ് വലിയ ഗ്രാഹ്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും എനിക്കറിയാം. അതുകൊണ്ട് ഇത് എന്തായാലും എല്ലാവർക്കും പ്രയോജനപ്പെടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. മെൻ ഓർ വിമൻ ഉണ്ടാവുമല്ലോ. ഇന്നാളും ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ ഇവിടെ കണ്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുക്കിങ്ങിൻ്റെ ഒക്കെ വ്ളോഗ്സ് ഒക്കെ ഇടുമ്പോഴേ നന്നായിട്ട് കുക്ക് ചെയ്യായിരിക്കും അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കണത് എന്നാവാറില്ല എന്നുള്ളൂ. ബട്ട് എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല ആക്ച്വലി. സത്യം പറയാ വെച്ചാൽ നിവർത്തി കെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യില്ലായിരുന്നു. എന്നും പുറത്തുനിന്ന് കഴിക്കുന്നത് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഹെൽത്തി, റൈറ്റ്? സുണിൽ പിന്നെ ചില ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. ബട്ട് ആർക്കും അത്ര വലിയ സന്തോഷം ഒന്നുമാവാ അത് കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇവിടുത്തെ കുക്കിംഗ്. ആൻഡ് നമ്മുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയും ടൈമിങ്ങും വെച്ച് നോക്കുമ്പോൾ ഞാനാണ് വീട്ടിൽ കൂടുതലുള്ളതും. സോ ദാറ്റ്സ് വൈ ഇറ്റ് വർക്ക്സ് ഔട്ട്. അല്ലാണ്ട് ഇതൊരു വിമൻസ് ടാസ്ക് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കണില്ല കേട്ടോ. ഐ എം നോട്ട് എ ഗ്രേറ്റ് കുക്ക്. പക്ഷേ എനിക്ക് കുക്ക് ചെയ്യാതെ നമുക്ക് നിവർത്തില്ല. അപ്പോൾ ചില ഡിഷുകൾ എനിക്ക് ഇഷ്ടമാണ് സാധനങ്ങളാണ് ഞാൻ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ. ചില അലമ്പ് സാധനങ്ങളൊക്കെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതൊന്നും ഈ ലോകം അറിയാതെ അതങ്ങനെ തന്നെ ഇരുന്നോട്ട്. ഓൾറൈറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ചെമ്പ് ഐറ്റംസ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ, സോ വി ക്യാൻ മിക്സ് ഇറ്റ് അപ്പ് വെൽ. നമ്മുടെ ആ മിക്സ്ചർ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് വിൽ ഡു ഓൾ ദ ഇളക്കലിങ് ആൻഡ് ദെൻ വിൽ ഡു ഓൾ ദ ഇഡലിങ് ഇൻ ടു ഇറ്റ്. അതാണ് ഇപ്പം എൻ്റെ ഒരു പരിപാടി. ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് കുറേയൊക്കെ അതിൻ്റെ മോയ്സ്ചർ പോയി ഞാൻ വെച്ചിട്ട് ഒപ്പിയെടുത്തിട്ടും ഇറ്റ്സ് ബിക്കം ക്വൈറ്റ് സോഫ്റ്റ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. കണ്ടോ, ജിഗി ജിഗി. അപ്പോൾ ഇറ്റ് മീൻസ് ഇറ്റ്സ് ആവൽഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതൊക്കെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഐറ്റംസ് ഒക്കെ ഇടാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഐറ്റംസ് ഒക്കെ തന്നെയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എൻ്റെ ഇതാണ്, ഷുഗർ. എൻ്റെ മധുരപ്രാന്ത് കാരണം കേട്ടോ. ചിലർ ഷുഗർ ഇടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബിക്കോസ് ഈ പഴത്തിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവുള്ളൂ, അതാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ഒരു ഫ്ലേവർ വരണ്ടേന്നൊക്കെ. ഈച്ച് ടു ദിയർ ഓൺ പോലെ എൻ്റെ ഒരു ഇൻറ്റൻസ് സ്വീറ്റ് ക്രേവിങ്ങും പ്ലസ് ഈ ഷുഗർ ഇട്ടാൽ അതിങ്ങനെ ഒരു കാരമലൈസ്ഡ് ആയിട്ടൊക്കെ വരില്ലേ, എൻ്റെ ഒരു പുറത്തൊരു ടെക്സ്ചർ,
അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഓ മൈ ഗോഡ്, ഞാൻ ഇങ്ങനെ ഒരു ഫുഡ് അടിക്കാരിയായല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിപ്പോൾ 3 പഴമായിരുന്നു, നോ 4 ഇട്ടുണ്ടായിരുന്നു, 4 പഴമായിരുന്നു. അതിനെയാണ് ഇപ്പോൾ മുറിച്ചിട്ട് ഇപ്പോൾ സെറ്റപ്പ് ആക്കിയിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു കണക്കിന് ഞാൻ ഇപ്പോൾ ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരം നിങ്ങളുടെ ഒരു കണക്ക് എന്താണെന്ന് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. ബിക്കോസ് ദിസ് പഞ്ചസാര ഇസ് എൻറ്റയർലി ലൈക്ക് ക്വൈറ്റ് എ പേഴ്സണൽ ചോയ്സ്. അപ്പം ഞാനിപ്പോൾ ഇതിലൊരു 1 2 3 4 വീട്ടിലാരുമില്ല അതുകൊണ്ട് നന്നായി. 4 ഒന്നും മതിയാവില്ല, എന്തത് കഴിക്കുമ്പോൾ വരേക്കും എനിക്ക് കഴിക്കണം. ഓക്കെ 6 ഓക്കെ 6 ടീസ്പൂൺസ് ഇട്ടിരിക്കണത് കേട്ടോ. ടീസ്പൂൺസ് ഓഫ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് റോ ഷുഗർ കേട്ടോ. ഇവിടെ വാങ്ങാൻ കിട്ടുന്ന റോ ഷുഗറാണ് ഞട്ടിക്കണേ. നമ്മൾ വൈറ്റ് ഷുഗർ കഴിക്കാറില്ല. വൈറ്റ് ഷുഗർ നിർത്തിയിട്ട് കുറച്ച് കൊല്ലമായി. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ മീരിയും രാജുവിനെയൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയണ്ടാവും ചാനൽ കണ്ടിട്ട്. അപ്പോൾ മീരി രാജു ഒക്കെ കുറേ ഇങ്ങനെ റോ ഷുഗറും അവർ ഭയങ്കര ഹെൽത്തി ഈറ്റിംഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ കുറച്ച് നല്ല ശീലങ്ങൾ നമ്മൾ അങ്ങനെ പഠിച്ചെടുത്തതിലത്തെ ഒന്നാണ് റോ ഷുഗറിലേക്ക് കൺവേർട്ട് ആയത്. അപ്പോൾ ദാറ്റ് വൈറ്റ് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ നമ്മൾ നിർത്തി. ചായ കാപ്പി വാട്ട് എവർ ഇറ്റ് ഇസ്, വി ഡോണ്ട് ബൈ റിഫൈൻഡ് ഷുഗർ. നമ്മൾ വെറും റോ ഷുഗറാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് നമുക്ക് വേണ്ട ഐറ്റാണ് ഇതിൽ നമ്മുടെ മൈദക്കുട്ടൻ. ഓക്കെ, മൈദയും ഞാൻ അധികം ഒന്നും ഇവിടെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. മൈദ വെച്ചിട്ടുള്ള കുറവാണ് എൻ്റെ ഓർമ്മയിൽ, അധികമൊന്നും ഇല്ല വാട്ട് ഐ യൂസ് മൈദ ഫോർ. അമ്മ വന്നപ്പോൾ എന്തൊക്കെയോ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ ബാക്കി പാക്കറ്റ് അത് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് പ്രയോജനമായി. ഓക്കെ, മൈദ ഞാൻ കുറച്ചിടുന്നു. ഇതിപ്പോൾ ഞാൻ കണക്കൊന്നും പറയുന്നില്ല, ബിക്കോസ് നിങ്ങളുടെയൊക്കെ എത്ര പഴമുണ്ട് അതിനുള്ള ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ട് ഉണ്ടാക്കാം. മെയിൻലി മൈദയും ഒരു ഇത്തിരി ക്രിസ്പിന് ആയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് ജീരകവും നുള്ളു ഉപ്പും ഇത്ര ഇടുന്നുള്ളൂ ടു മേക്ക് ദാറ്റ് ബാറ്റർ. ഇതിലവിടെ മുക്കുക പൊരിക്കുക അത്രേ ഉള്ളൂ. ബട്ട് ഇതൊരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഐറ്റം കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. എന്താ ഇത്രയും മൈദ എടുത്തിട്ടുണ്ട് ഉണ്ടോ, ഇത്രയും എടുത്തിട്ടുണ്ട്. ഐ എം ഷുവർ ഇത് മതിയാവും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ അവിടെ കലക്കിയെടുത്താൽ മതിയല്ലോ. ഐ ഡോണ്ട് തിങ്ക് ഇതിപ്പോൾ മര്യാദയ്ക്ക് ഉണ്ടാക്കണവരൊക്കെ വിചാരിക്കും മുൻതുട്ടി കൂട്ടി കാണിക്കണേ, ഇതിനൊക്കെ ഓരോ അളവും ചിട്ടൊക്കെ ഉണ്ടെന്ന്. ബട്ട് ഐ ഡോണ്ട് നോ കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളൂ. പഴംപൊരി വലിയ കുഴപ്പമില്ലാണ്ട് ഐറ്റം വരാറുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ജസ്റ്റ് ടു ഗെറ്റ് ദാറ്റ് ക്രിസ്പി ടെക്സ്ചർ. പിന്നെ നമ്മുടെ ഷുഗറും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഓക്കെ. ഇതാ ഇങ്ങനെയാണ് സംഭവം നിൽക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഒരു നുള്ളു ഉപ്പും ഇത്തിരി മഞ്ഞപ്പൊടിയും ജീരകം. എന്തിനാ നിന്നിട്ട് ചെയ്യണ വെച്ചിട്ട് കേട്ടോ. ഇതിനിപ്പോൾ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ലല്ലോ. അതാ ഞാനിവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബാറിൽ വന്നിരുന്ന് ഈ ബാർ സ്റ്റൂളിൽ ഇരുന്നിട്ടാണ് കേട്ടോ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണേ. ഒരു ഇത്തിരി ജീരകം, ജസ്റ്റ് എ ബിറ്റ് കേട്ടോ. ഇത് ഓരോ നാട്ടിലും ഐ എം തിങ്കിങ് അങ്ങനെ ആയിരിക്കണം. ഓരോ നാട്ടിലും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ നാട് എന്നനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു രീതിയും ഇത് ഉണ്ടാക്കണ ഒരു രീതിയൊക്കെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ജീരകം എല്ലായിടത്തും ഇടുണ്ടാവില്ലായിരിക്കും. ചിലർ ചിലപ്പോൾ ഐ ഡോണ്ട് നോ ശർക്കര ആഡ് ചെയ്യുന്നുണ്ടോയെന്ന്. ഒരു നുള്ള് ഒരു ക്വാർട്ടർ ഒരു സ്പൂൺ ഓഫ് മഞ്ഞപ്പൊടി കേട്ടോ, ജസ്റ്റ് ഫോർ ദ കളർ. ആൻഡ് ഒരു ഇത്തിരി ഉപ്പും. ഇത്രയാണ് നമ്മുടെ പരിപാടിയിൽ ഞാൻ ഇടുന്നുള്ളൂ. ഓക്കെ, നൗ we've got a നീണ്ട സ്പൂൺ ആൻഡ് സം ഇളം ചൂടുവെള്ളം. ഓക്കെ, ഇതും വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് നല്ല ബിഗ് ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ആൻഡ് തെറിക്കൂല്ലല്ലോ സൈഡിലേക്ക്. എനിക്കതൊക്കെ നോക്കണം. ബിക്കോസ് എൻ്റെ ഇങ്ങനത്തെയൊക്കെ സ്കിൽസ് ആർ വെരി പുവർ. ഇപ്പോൾ ചോപ്പിംഗ് സ്കിൽസ് വളരെ വളരെ പുവറാണ്. ഇത്ര കൊല്ലമായി എന്നുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ കട്ടിങ് ആൻഡ് ചോപ്പിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടൈം എടുക്കും. ഒന്നാമത് എനിക്ക് പേടിയാണ്, കൈ മുറിയോ നഖമ്മ മുറിയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യണത് തന്നെ. ഓക്കെ, നമുക്കിതൊന്ന് ഇട്ട് നോക്കാം വെള്ളം. ആൻഡ് ദെൻ ഇഫ് ദ കളർ ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ് നമുക്ക് കുറച്ച് സ്വല്പം വെള്ളം ചേർക്കാം. അങ്ങനെയല്ല, നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കളറൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ. ആവശ്യം നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഇതിനൊന്ന് മുക്കി പൊരിക്കണ്ടേ. സോ ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി, വേറെ ഇറ്റ്സ് ലൈക്ക് ലൂസാണ്, പക്ഷെ വല്ലാണ്ട് വാട്ടറിയോ ആവരുത്. ഈ പഴം ഫിറ്റാക്കും വേണം, മുക്കിയെടുക്കണം. അപ്പോൾ ഒരു തിക്ക് ബാറ്റർ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓർ അറ്റ്ലീസ്റ്റ് ഞാൻ അതാണ് ഐ എം ട്രൈങ് ടു ഡു. ഇത് കൊളായാൽ നമുക്ക് എക്സ്ട്രാ മൈദ ഇടേണ്ടി വരും. ഓക്കെ, ലെറ്റ്സ് മിക്സ്. ജിങ്കിരി ചിക്ക. ഓ, നമ്മൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് വിശപ്പിൻ്റെ ഉൾവിളി വരുമ്പോൾ വേറെ എന്ത് ചെയ്യും,
വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്ക് സായിപ്പിൻ്റെ അടുത്ത് പോയിട്ട് പഴംപൊരി തയ്യോ ചേട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് സംഭവം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പുല്ല് തിന്നണത്. ഓക്കെ, ഐ തിങ്ക് ഇവൻ ദിസ് ഇസ് എ ബിറ്റ് തിക്ക്. ദിസ് ഇസ് ലൈക്ക് വെരി തിക്ക്. കുറച്ചും കൂടെ വാട്ടറി ആക്കാം. ഇതിപ്പോൾ ഇളം ചൂടുവെള്ളം ഞാൻ ഇട്ടേക്കണേ. അതിൻ്റെ വല്ല വ്യത്യാസം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത് ബുദ്ധിയുള്ളവർ പ്ലീസ് കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനലിൽ കാണുന്ന നല്ല നല്ല ഷെഫുകളുണ്ട് ഈ കൂട്ടത്തിൽ. അവിടെ നിങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇഫ് ഇറ്റ് മേക്സ് എ ഡിഫറൻസ്, ചാനലിൽ എന്തെങ്കിലും മിസ്സായോ, എന്തെങ്കിലും എക്സ്ട്രാ ഇടണമായിരുന്നോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു തരൂ. ദിസ് ഈസ് മൈ സിമ്പിൾ വേർഷൻ ഓഫ് പഴംപൊരി. ജസ്റ്റ് ദാറ്റ് ദിസ് ടൈം ഇറ്റ് ഈസ് ഫ്രോസൺ പഴംപൊരി. ഓക്കെ, ഐ തിങ്ക് ഓക്കെ. അത് കുറച്ചുകൂടെ വെള്ളം ചേർക്കണോ? നോക്കൂ, മതിയായിരിക്കുമല്ലോ അല്ലേ? തോന്നണോ? ഞാൻ ഇത്തിരി കൂടെ ചേർത്തേക്കാം. മതി. ഐ തിങ്ക് ദാറ്റ്സ് ഇനഫ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിരുന്നത്, മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ഐ തിങ്ക് വി ഷുഡ് ബി ഓക്കെ. ഞാൻ യൂഷ്വലി എന്താ ചെയ്യുക, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇത് നല്ല കഠിന മധുരമാണെങ്കിൽ അത് വറുത്ത് വരുമ്പോൾ ഇറ്റ് വിൽ ബി കറക്റ്റ് ഫോർ മീ കേട്ടോ. നോക്കാം. ചിലരിതിൽ ഞാൻ കേട്ടിട്ടുണ്ട് വാനില എസെൻസോ അല്ലെങ്കിൽ കാരമലിൻ്റെ എന്തെങ്കിലും ഫ്ലേവറിങ് ഒക്കെ ചേർക്കും, ഒരു എക്സ്ട്രാ വേറെ തന്നെ ഒരു തരം പഴംപൊരിയായി കിട്ടാന്ന്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സാണ്. ബട്ട് ഐ പ്രിഫർ ടു ഡു ഇറ്റ് ഇങ്ങനെ, വേറെ അഡീഷണൽ കോലാഹലമൊന്നും ഇല്ലാണ്ട് നമ്മുടെ പഞ്ചസാര ചേട്ടൻ വെച്ചിട്ട് നമുക്ക് കാര്യം ഒതുക്കാമല്ലോ. ഞാൻ വിചാരിക്കണേ. ഓക്കെ, ഐ തിങ്ക് വി ആർ ഗുഡ് ടു ഗോ. ലെറ്റ്സ് ട്രൈ സം. സീ. അടിപൊളി, നല്ല മധുരമുണ്ട് ആക്ച്വലി. ഇത് ആണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാമെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇത്തിരി കൂടെ ഒന്ന് വാട്ടറിയൊക്കെ എടുക്കാൻ. മൈദയാണല്ലോ. ഓൾറൈറ്റ്, നമ്മുടെ ബാറ്റർ ഇസ് റെഡി. നമുക്കിനി ഈ ചേട്ടനെ ഇതിനകത്തേക്ക് ഇടുക, മുക്കുക, പൊരിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഈ സംഭവം. ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് കൺസിസ്റ്റൻസി. ഇതാണ് കേട്ടോ അതിൻ്റെ പാക്കറ്റ്, ഈ ബനാനയുടെ പാക്കറ്റ്. ഇതാണ് നമ്മുടെ പഴം. ഇപ്പം ഞാനൊരു ലാസ്റ്റ് ടൈം ഞാനൊരു കാര്യം കൂടെ എന്താ ചെയ്യാൻ വെച്ചാൽ, ജസ്റ്റ് ഒന്ന് പേപ്പർ ടവൽ വെച്ചിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഇതിൻ്റെ പഴം വേവിച്ചതിൻ്റെ എന്തെങ്കിലും ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ വെച്ചിട്ടേ ഒന്ന് കളയാൻ വേണ്ടി ഒന്നിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. നമുക്കിനി ഇവനെ ഇതിനകത്തേക്ക് ഇടാം. ഓക്കെ, ദിസ് ഗോസ് ഇൻ. ഇതിപ്പോൾ ഒറ്റയടിക്ക് ഇടാൻ പാടില്ലേന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഒറ്റ അങ്ങനെ ഡിപ്പ് ചെയ്ത് അങ്ങനെ തന്നെ വറുക്കുകയാണോ ഇതിലിട്ട് വെക്കുകയാണോ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. എനിക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സോ ഐ ഗെസ് ഇറ്റ്സ് ഓക്കെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ആയി വന്നുകൊണ്ടിരിക്കണേ. ഞാനൊന്നിങ്ങനെ പതുക്കെ ഇളക്കി മറിച്ച് ചെറുതായി ഉടയണില്ല കേട്ടോ. അതൊരു വലിയ സമാധാനം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓവറായി പുഴുങ്ങി ജിഗി ബുഗി അങ്ങനത്തെ ഒരു മഷി ടെക്സ്ചർ അല്ല ഞാൻ പേടിച്ചിരുന്നത് മാതിരി. ഇറ്റ്സ് മിക്സിങ് വെൽ, അതൊരു സമാധാനം. അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ അതെങ്ങനെയാവും എന്ന് വറുത്തെടുക്കുമ്പോഴേ. അപ്പോൾ സീ ഇതിപ്പോൾ ഇത്രയായിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ആക്ച്വലി കുറച്ചധികമാണ്, ബട്ട് ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഓൾറൈറ്റ്, നമുക്കിനി കുറച്ച് എണ്ണ ചൂടാക്കാം. ഇതിനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ പോകണം. ഇത് നോർമൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന വെജിറ്റബിൾ ഓയിൽ. വെളിച്ചെണ്ണയിലാണോ നാട്ടിലൊക്കെ ഉണ്ടാക്കുക എനിക്ക് അറിയില്ല കേട്ടോ. ഐ ഡോണ്ട് നോ സത്യം പറഞ്ഞാൽ. ബട്ട് ഇതിലും അയൽപ്പടി ഓർക്കും. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഫ്രൈങ് പാൻ ആട്ടോ എടുത്തിരിക്കണേ വറുക്കാൻ. ബിക്കോസ് ദേ ആർ ലൈക്ക് തിൻ സ്ലൈസസ് അല്ലേ. അപ്പോൾ പിന്നെ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇതാണ് ഞാൻ ചെയ്യാൻ പോണേ. ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഓക്കെ, എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ചൂടാവണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ടോങ്സ് റെഡി ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ നീണ്ട ടോങ്സ് തന്നെ വേണം. എനിക്ക് ഭയങ്കര പേടിയാണ് കയ്യിൽ പൊട്ടിത്തെറിക്കോ എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഐറ്റംസേ. അമ്മയൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കാണാം. ഫോർക്കോ കത്തിയോ എന്താ കയ്യിലുള്ള വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മറിച്ചിടണം. ചാളയും മയിലൊക്കെ ടിങ് ടിങ് എന്നൊക്കെ കേട്ടോ. എനിക്കത് കാണുമ്പോൾ പേടിയാ. മൈ ഗോഡ്, ഞാനാണെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുന്നേ കടുകൊക്കെ ഇട്ടിട്ട് അടച്ച് മാറി ഒരു മൂലയിൽ പോയി നിൽക്കും അടുത്ത ഡിസ്ട്രിക്റ്റിൽ. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് പതുക്കെ തുറക്കും. എനിക്ക് എന്തൊക്കെ ഭയങ്കര പേടിയാണ്. ഈ ഒരു പ്ലേറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സെർവ് ചെയ്യാനുള്ളൊരു ഭംഗിക്ക്. വ്ളോഗൊക്കെ എടുക്കണല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അത്രയും ഓവർ. നല്ല ഭംഗിയില്ലേ ഈ പ്ലേറ്റ്. ഞാൻ ഇവിടുന്ന് ഒരു ബിഗ് ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാ. ബാംബോ അത് കേട്ടോ, പൊട്ടില്ല. യു കാൺ മൈക്രോവേവ് ഇട്ട്, ആ ഒരു പ്രശ്നമുള്ളൂ. ഹാൻഡ് വാഷും ചെയ്യണം. ഡിഷ് വാഷർ സേഫ് ആണ്, പക്ഷെ മൈക്രോവേവ് സേഫ് അല്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ലിമിറ്റഡ് യൂസേ ഉള്ളൂ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. അമ്മ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ 2-3 കളേഴ്സ് നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഭയങ്കര സന്തോഷമായി. അവിടെ എല്ലാവർക്കും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ ഏതായാലും ഈ പ്ലേറ്റ് വയ്ക്കാം.
ബട്ട് നമുക്ക് ഈ സാധനം ആദ്യം നമുക്കൊന്ന് കോരി മാറ്റിയെടുക്കണമല്ലോ. അതിന് കുറച്ച് പേപ്പർ ടവൽസ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് ഇങ്ങനെ എടുക്കാനേ. ഓക്കെ, സോ നമുക്ക് തൽക്കാലം ഇങ്ങനത്തെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ആൻഡ് ദെൻ ആർ ഡിങ് ഡിങ് ഇസ് ഓവർ ഹിയർ. അതിങ്ങനെ സോക്കായി കടന്ന് സുഖിക്കുകയാണ് കേട്ടോ. സംഭവം സെറ്റപ്പ് ആയോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ തൽക്കാലം മൂടിയൊക്കെ ഒന്ന് കെട്ടട്ടെ, ഞാൻ പ്രിപ്പയർ ആവട്ടെ. ഫ്രൈ ചെയ്യേണ്ടി വരുമ്പോൾ എനിക്കൊരു പേടിയാണ്. ഈ കുന്തം ഉണ്ടല്ലോ, ഈ സാധനം എന്തൊട്ടിന് പറയാം, ഈ ചിമ്മിനി പോലത്തെ സാധനം, നമ്മുടെ എക്സോസ്റ്റിന്റെ സാധനം, ഇത് ഇടാൻ ഞാൻ എപ്പോഴും മറക്കും. എനിക്ക് എന്നും സുനിലേന്ന് അതിൻ്റെ ഒരു ചീത്തയും കേൾക്കാറുണ്ട്. ബട്ട് അത് ഇട്ടാണ്ടല്ലോ, ഇതെനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അത് ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് വീഡിയോയിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. തൽക്കാലം അതില്ലാണ്ട് നമുക്ക് പരിപാടികൾ നടത്താം. വീണ്ടും ഓപ്പൺ ചെയ്തിട്ടെ. പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പുറത്തെ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിക്കാരുടെ ഒക്കെ ശബ്ദമോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പരിപാടിയുടെ ശബ്ദമൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇനി ഇത് പതുക്കെ എടുത്തിട്ട് ഇട്ട് നോക്കാം. ഐ തിങ്ക് ഇറ്റ്സ് ചൂടായിട്ടുണ്ട്. അതിൻ്റെ ബാറ്റർ കുറച്ചിട്ട് നോക്കട്ടെ. ആയിരിക്കുന്നു കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇടല്ലേ. ആദ്യം ഞാൻ ഈ സ്പൂണ് വെച്ചിട്ടേ പതുക്കെ ഇടട്ടെ. നമുക്ക് ടോങ്സ് വെച്ചിട്ട് തിരിച്ചെടുക്കാം. ഓക്കെ, സോ നന്നായിട്ട് ഡിപ്പായിട്ടുണ്ട്. ചൂടായി സംഭവം. ഒറ്റയടിക്കത് എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ അങ്ങോട്ട് പുട്ട് എത്രയാ പറ്റുന്നേച്ചാൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഫസ്റ്റ് ബാച്ച്, ഒരു ബാച്ചും കൂടി ഇരിക്കുന്നുണ്ട് ഇവിടെ, അടുത്തേക്ക് ഇടാം. അതിപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് ആയതുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കുഴപ്പമില്ല, സംഭവം കാണുമ്പോൾ മണം ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ സംഭവം മത്തി വർക്കൗട്ടാണോ അല്ലേ. ഈ നാട്ടിലത്തെ ചില ഹോട്ടലിലൊക്കെ കാണാൻ മത്തി ഇങ്ങനെ ആക്കിയിട്ട് മാതിരിയുണ്ട്. സാധനം കുറച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ വിട്ട് വരും കേട്ടോ. അപ്പോൾ അവൾക്ക് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ഈ ഭക്ഷണമൊക്കെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലല്ല ഈ ഇവരുടെ ഒരു ജനറേഷനെ കുറിച്ച് അറിയാനേ ഉള്ളൂ. ഞാനത് എപ്പോഴും വിചാരിക്കും, ബിക്കോസ് ഇവർക്ക് അതിനോട് അധികം എക്സ്പോജർ കിട്ടുന്നില്ല. നമ്മൾ വീട്ടിൽ പറയണ മലയാളം പഠിക്കുക, ഉണ്ടാക്കണ നമ്മുടെ ഫുഡ് കഴിക്കുക, കൂടെയൊക്കെയല്ലേ ആ ഒരു കൾച്ചർ ട്രാൻസ്ഫർ ആവും. ഇപ്പം നമ്മളൊക്കെ ഇത് എന്തുകൊണ്ടാണ് ചെയ്യണേ, നമ്മുടെ വീട്ടിൽ ഇത് കണ്ടോണ്ടല്ലേ. അപ്പോൾ ആ ഒരു സംഭവം ഹൗ ക്യാൻ ഐ ലൈക്ക് ഇംപ്ലിമെൻറ്റ് ബെറ്റർ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പുറത്ത് ഉള്ള രാജ്യത്ത് വളരുന്ന കുട്ടികളാകുമ്പോൾ ഐ തിങ്ക് അവർക്കൊരു എക്സ്ട്രാ പുഷ് വേണ്ടി വരും, എന്നാലേ അതൊക്കെ ചെയ്യൂ. ഇപ്പം എൻ്റെയും അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു എന്നെ മലയാളം പഠിപ്പിക്കണം എന്നൊക്കെ. അന്നൊക്കെ എനിക്കത് തോന്നി എന്തിനാന്നൊക്കെ, ബിക്കോസ് എനിക്ക് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു എഴുതാനും വായിക്കാനും പഠിക്കാനൊക്കെ. പക്ഷെ എന്നെ പഠിപ്പിച്ചിട്ട് ഇടക്കുന്നുണ്ട് കേട്ടോ. സോ ഐ നോ, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാം, ഞാൻ പഠിച്ച ആളാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് സോ ഹാൻഡി. എനിക്കിപ്പോൾ എന്ത് മലയാളത്തിലുണ്ടെങ്കിലും എന്നെ കൊണ്ട് വായിക്കാം, എനിക്ക് എഴുതാനും അറിയാം. സുനിലിനെ അറിയില്ല പറയുമ്പോൾ, സുനിലാണ് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ആൾ. ഞാൻ ഗൾഫിലായിരുന്നു, പക്ഷെ സുനിൽ നോർത്ത് ഓഫ് ഇന്ത്യയിലായതുകൊണ്ടും KV എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂളിലായിരുന്നു. അവരുടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മക്കളൊക്കെ പഠിക്കുന്നത് KV അല്ല. അതുകൊണ്ട് അവിടെ മലയാളം പഠിപ്പിക്കൂല, അവർക്ക് മലയാളം അറിയൂല. എഴുതാനും വായിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എനിക്ക് പക്ഷെ പറ്റും. സോ അറ്റ്ലീസ്റ്റ് വൺ പേരൻറ്റിനെങ്കിലും അറിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ഞാനും ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, പക്ഷെ ഐ ക്യാൻ മാനേജ്. എനിക്ക് പറയാനിപ്പോൾ നന്നായിട്ട് അറിയാം, എനിക്ക് എഴുതാനും പറ്റും വായിക്കാനും പറ്റും. ഇത്തിരി സ്ലോ ആയിരിക്കും മൈ റൈറ്റിംഗ് ആൻഡ് റീഡിങ് സ്കിൽസ്, പക്ഷെ ഐ ക്യാൻ ഈസിലി മാനേജ് കേട്ടോ. അപ്പോൾ ദാറ്റ് കംസ് ഹാൻഡി. അതെനിക്ക് കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല ഞാനിപ്പോൾ എന്തിനാണ് അതൊക്കെ പഠിക്കണേന്ന്. ബിക്കോസ് അച്ഛൻ എന്നോട് മെയിൻലി പറഞ്ഞിരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നീ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ് പോയിട്ട് നമുക്ക് കത്തൊക്കെ എഴുതണ്ടേ, അപ്പം മലയാളത്തിൽ കത്ത് കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും, അതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ എന്നെ പഠിപ്പിച്ചിരുന്നത്. ബിക്കോസ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ അന്നൊക്കെ ഈ വാട്സാപ്പോ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഐ തിങ്ക് ഞാൻ 6th പഠിക്കുമ്പോഴാണ് ഇൻ്റർനെറ്റൊക്കെ ഒന്ന് അവിടെ വന്നത്. പക്ഷെ അതർവൈസ് നമ്മൾ ഈ വാട്സാപ്പ് കോളൊക്കെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇൻ്റർനെറ്റ് ആയിട്ടുള്ള ഒരു ഇതുമില്ല. ഇറ്റ് ഹാസ് ഓൾ ബിൻ എഴുത്തുകൾ, കത്തെഴുതും. അപ്പം നമ്മൾ അറിയാത്ത വേർഡ്സ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും, പക്ഷെ അറിയണത് മിക്കതും മലയാളത്തിലൊക്കെ നമ്മൾ കത്തൊക്കെ എഴുതണമെങ്കിൽ ഓർമ്മയുണ്ട് കേട്ടോ. സോ ദാറ്റ് വാസ്, അതൊക്കെ നല്ലൊരു നോസ്റ്റാൾജിയ. അതാണ് പഴംപൊരിയുടെ ഒരു ബാക്ക് സ്റ്റോറി. ഞാനിതൊന്ന് സൈഡ് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടു, ഇങ്ങനെ കാരമലൈസ് ആയിരിക്കണം കണ്ടോ ആ കളറ്. അതെനിക്ക് തോന്നണത് ഷുഗറിൻ്റെയും കൂടെയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടെങ്കിൽ ഈ സംഭവം കിട്ടും. അതുകൊണ്ട് മധുരം എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, ഈ ലുക്ക് കിട്ടാനും കൂടെ വേണ്ടിയിട്ട് കേട്ടോ പഞ്ചസാര അടിക്കണത്.
ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി എടുക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട്. ഇപ്പം എന്തായാലും എനിക്കിപ്പോൾ ട്രൈ ചെയ്ത് കഴിക്കാൻ പറ്റില്ല. ബട്ട് ലെറ്റ് മീ ഗെറ്റ് ഇറ്റ് ഔട്ട്. ആഹാ, എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചിട്ടിരിക്കണോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബാച്ച് ഇടാം. അധികം ടൈമൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ വല്ലാണ്ട് ലോ ഫ്ലെയിമിലൊന്നുമല്ല ഉണ്ടാക്കണം. ലൈക്ക് ബോയിലിംഗ് അല്ല, പക്ഷെ വല്ലാണ്ട് ലോ ഫ്ലെയിമിലല്ല ഉണ്ടാക്കണം. ഇത് ഓൾറെഡി വേവിച്ച പഴമാണല്ലോ, ഇറ്റ്സ് ഓൾറെഡി കുക്ക്ഡ്. അപ്പോൾ ആ ഒരു പുറത്തത്തെ ഒരു മസാല സംഭവം അതൊന്ന് ഭംഗിയിലൊന്ന് കരിയാതെ ആക്കിയെടുക്കാനുള്ളൊരു ടെമ്പറേച്ചർ അത്രയേ വേണ്ടി വന്നിട്ടുള്ളൂ. നമുക്കിനി നമ്മുടെ ഈ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ബാച്ച് ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇവൻ ഒന്ന് തണുത്താറിയുണ്ടാവും. എന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ ബാച്ച്. ഇത് മൂത്തവൻ, ഇത് ഇളയവൻ. ഓക്കെ, ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടാണല്ലോ. അതവിടെ നിന്ന് റെഡി ആവട്ടെ. അതിലേക്ക് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴിക്കാട്ടോ. ഇപ്പം ഓക്കെ. ഐ തിങ്ക് വലിയ ചൂടുണ്ട്, പക്ഷെ ഇപ്പം നല്ല തണുത്ത വെതർ ആയതുകൊണ്ടേ വേഗം ചൂടൊക്കെ ആറുണ്ട്. ഓ മാൻ, ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ട്ടോ. സീ, എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിലെ പഴം പൊരി മാതിരി തന്നെ. അപ്പം പുഴുങ്ങിയ പഴം വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ഓ, ഈ ഐഡിയ എനിക്ക് പറഞ്ഞതെന്ന് ആശ്ചര്യക്ക് 1000 നന്ദി കേട്ടോ. ബിക്കോസ് എപ്പോഴും നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള പഴം പൊരി കിട്ടില്ലേ. അപ്പോൾ പിന്നെ പഴം പുഴുങ്ങിയത് എപ്പോഴും കിട്ടാറുണ്ട് ഇന്ത്യൻ സ്റ്റോഴ്സിൽ. അത് വെച്ച് ഇത് ഉണ്ടാക്കിയാൽ മതി. ഏയ് ഗൈസ്, ഇത് ശരിക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ. ബിക്കോസ് ഇതിൽ കാര്യമായിട്ടൊന്നും ഇടാനൊന്നുമില്ലല്ലോ. ഇത്രയൊക്കെ സാധനം ഇട്ടിട്ട് മുക്കി പൊരിക്കല്ലേ വേണ്ടു. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഉണ്ടോ? ക്രിസ്പിയാണോ? ഒച്ച വെക്കണ്ടോ? ഇവിടെ എന്ത് സാധനമാണ് നിങ്ങൾ വിചാരിക്കണ്ടാവും. ഇറ്റ്സ് വെരി ക്രിസ്പി ബിക്കോസ് കുറച്ച് അരിപ്പൊടിയുടെ ഉണ്ട്, കുറച്ച് ഷുഗറിൻ്റെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് കം ഔട്ട് റിയലി വെൽ കേട്ടോ. നാട്ടിലുണ്ടാക്കിയ ഫ്രഷ് പഴംപൊരിയുടെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ഫോർ ഒരു സിഡ്നി മലയാളി കിട്ടാത്ത മനുഷ്യന്മാർക്ക് ദിസ് ഇസ് സ്വർഗം. റിയലി ഗുഡ് കേട്ടോ. റിയലി ഗുഡ്. ഐ തിങ്ക് ഇത് പിള്ളേർക്ക് ഇഷ്ടമാവും. തുന്നലിന് എന്തായാലും ഇഷ്ടമാവും. ദെൻ നമുക്കൊന്ന് തുന്നൽ വരുമ്പോഴത്തേക്കൊന്ന് വാം അപ്പ് ആക്കിയെടുക്കുക വേണ്ടു കേട്ടോ. ഓക്കെ, നമ്മൾ സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ് ദിസ്. ഇവിടെയൊക്കെ വരുമ്പോൾ വല്ലതും കിട്ടിയാൽ ഭാഗ്യം. നമ്മുടെ സരമണി എത്തിണ്ട് കേട്ടോ. അമ്മണി, ഇത് നിനക്ക് ഇഷ്ടമാവും. ഇത് ഭയങ്കര യമ്മിയാണ്. ഇതൊരു ഇന്ത്യൻ സ്വീറ്റാണ്, സ്പൈസി അല്ല, നീ പേടിക്കണ്ട. ഓക്കെ, ചൂടില്ലാത്തവരെ നമ്മൾ തരാം കേട്ടോ. ട്രൈ. നിനക്ക് എന്താ മനസ്സിലായോ? ഇറ്റ്സ് ബനാന ഫ്രൈ. ആ, അതന്നെ ബനാന ഫ്രിട്ടർ. പഴംപൊരി. സേ പഴംപൊരി. ആ, അതന്നെ. വെച്ചോക്കടാ. പാത്രം നല്ല വിശന്നിട്ട് വന്നിക്ക. സ്റ്റിൽ സോ ക്രിസ്പി. ശരിക്കും ഇഷ്ടമായോ? ഓ സമാധാനം. ഞാൻ ചുറ്റും എനിക്ക് ഇഷ്ടാവില്ല. സോഫ്റ്റ് അല്ലേ? And crispy on the outside. ഇഷ്ടമായോ? സമാധാനം. പാവം. എനിക്ക് മധുരം കുറച്ചും കൂടെ ആവാന്ന് തോന്നിട്ടോ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ബിക്കോസ് ദ പഴം ആസ് സച്ച് ഇസ് നോട്ട് വെരി സ്വീറ്റ്. നിനക്ക് ഓക്കെ ആണോടാ സ്വീറ്റ്? മധുരക്കാർക്ക് ഓക്കെ ആയിരിക്കും. എനിക്ക് മാത്രം കുറച്ചും കൂടെ ആവായിരുന്നു മധുരം. വെരി ക്രിസ്പി. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടായിരിക്കണം. പഴംപൊരി ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാത്തവർ ഈ ഫ്രോസൺ പഴം പുഴുങ്ങിയത് വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സംഭവം ഏതായാലും കഴിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. എന്തെങ്കിലും ഒരു ചേഞ്ചിന് എന്തെങ്കിലും ഒരു ഡിഷൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടോ. തണുപ്പ് കാലത്തൊക്കെ നമുക്ക് പറ്റിയ സാധനമാണ്. സോ വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് ഡു ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഒരു സിഡ്നി മലയാളി ചാനൽ പ്ലീസ് കീപ് സപ്പോർട്ടിങ്. നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാണാനുള്ളതെന്ന് എഴുതി അറിയിക്കൂ. നമ്മളിവിടെ വേറെയും കുറേ വിശേഷങ്ങൾ ഇനി വരുന്നുണ്ട്. അതായത് സൽമണി കുറേ പരിപാടികൾ ഇനി വരുന്നുണ്ട്. പുതിയ വീഡിയോസും കുറേ വരുന്നുണ്ട്. സോ പ്ലീസ് ട്യൂൺ ഇൻ ടു മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണു. കുറേ വ്യൂവേഴ്സ് നമുക്കുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. സോ പ്ലീസ് മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ആൻഡ് നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അമർത്തും. സോ ദാറ്റ് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ്. So until we see you in the next video, this is bye from Shruti, Palamburi, Sarimani and Sydney Malayali. See you guys.